അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ അദ്നബ്തുഹു അംദൻ ഔ ഖത്അൻ ഔ സിർറൻ ഔ അലാനിയതൻ ഔ صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب റഹ്മാനായ റഹീമായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ വൻപാപങ്ങളെ പൊറുക്കണേ അല്ലാഹ് ചെറുപാപങ്ങളെ പൊറുക്കണേ അല്ലാഹ് കണ്ണുകൊണ്ട് കണ്ടത് കാതുകൊണ്ട് കേട്ടത് നാവുകൊണ്ട് പറഞ്ഞത് അവയവങ്ങൾ ചെയ്തു പോയത് മനസ്സുകൊണ്ട് ചിന്തിച്ചത് ഇവിടെ വച്ച് ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ് മാപ്പ് തരണേ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും ഈ മജ്‌ലിസിൽ വച്ച് പുറത്തു തരണേ അല്ലാഹുവേ ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ് ഇനിമേലാൽ ഞങ്ങൾ തെറ്റിലേക്ക് മടങ്ങൂല അല്ലാഹ് ഞങ്ങളെ മടക്കല്ലേ അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا
أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله عليها نحيا وعليها نموت وعليها نبعث إن شاء الله بحق لا إله إلا الله محمد رسول الله. 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഞങ്ങളെ തൗബ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ തൗബ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ തൗബ സ്വീകരിക്കണേ അല്ലാ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് തുടങ്ങിയതാണ് ഈ നഗരി റബ്ബേ. പാതിരാ സമയമായി, രാത്രി 12 മണിയോടടുത്ത് നിൽക്കുകയാണ് റബ്ബേ. നീ ഞങ്ങളെ കണ്ടല്ലോ. മണിക്കൂറുകളോളം ഞങ്ങൾ ഇരുന്നത് സ്വർഗത്തിന്റെ പൂന്തോപ്പിലാണ് അല്ലാ. റബ്ബേ, നീ ഞങ്ങളെ മജ്‌ലിസിന് ഇജാബത്ത് നൽകണേ റഹ്മാനേ. 1 മുതൽ തുടങ്ങിയിട്ട് എവിടെയും നിർത്താതെ 1905 രാവുകളായി അത് മുഴുവനും കബൂലാക്കണേ അല്ലാ. മണിക്കൂറുകളോളം മഹാന്മാരായ സദാതീങ്ങളെ ഞങ്ങളെ മജ്‌ലിസിലുണ്ട്. നിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളിരിക്കുന്ന മജ്‌ലിസാണ്. അത് മാത്രമാണ് ഞങ്ങളെ ധൈര്യമല്ലാ, ഞങ്ങളെ സാധുക്കളാ. പക്ഷേ ഹബീബിന്റെ പേരക്കുട്ടികളിരിക്കുന്ന ഈ മജ്‌ലിസ് അവിടുന്ന് നോക്കുമല്ലോ. ഇജാബത്ത് തരണേ അല്ലാ. ഈ സദസ്സിലുള്ള ഞങ്ങളെ സദാതികൾക്ക് ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. മക്കളെ, ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഈ സദാതികളും ഉസ്താദുമാരും മണിക്കൂറുകളോളം ഞങ്ങളെ മജ്‌ലിസിൽ ഇരുന്നു. ഞങ്ങളെ ഓരോ ദുആക്കും അവര് ആമീൻ പറഞ്ഞു. ഈ മദ്രസയ്ക്ക് വേണ്ടി അവര് ബർക്കത്തിന് വേണ്ടി സഹായങ്ങൾ പറഞ്ഞു. നീ അവർക്ക് ദീർഘായുസ് കൊടുക്കുക അല്ലാ. വല ബർക്കത്തുകളിൽ ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കുക അല്ലാ. സ്റ്റേജിലും സദസ്സിലുമുള്ള ഉസ്താദുമാർക്ക് ആഫിയത്ത് കൊടുക്കണേ, അവരെ ഇൽമിൽ ബർക്കത്ത് കൊടുക്കണേ, വല കുടുംബത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ഇൽമിന്റെ ബർക്കത്ത് ഉള്ള സാധുക്കളായ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്ക റബ്ബേ. മുതഅല്ലിമീങ്ങളുണ്ട്, വല ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കുക അല്ലാ. പ്രായമുള്ള ബാപ്പമാരുണ്ട്, വലിയുമ്മമാരുണ്ട് റബ്ബേ. പാവങ്ങളാ, മണിക്കൂറുകളോളം അവരെ ഞങ്ങളെ മജ്‌ലിസിൽ ഇരുന്നില്ലേ. ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരിൽ കുറെ ചെറുപ്പക്കാരികളുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരമക്കളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, കുഞ്ഞു പൂമ്പാറ്റ മക്കളുണ്ട്. അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ.
ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് ഈ മജ്‌ലിസ് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ലൈവ് വീക്ഷിക്കുന്നവരിൽ അല്ലാഹ് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ. 2024 അവസാനിക്കുന്ന ഈ രാവ് ഞങ്ങളൊരു തെറ്റിലേക്കും പോയില്ല. മണിക്കൂറുകളോടെ ഞങ്ങളിവിടെ പിടിച്ചിരുത്തിയത് സ്വർഗത്തിലെ മജ്‌ലിസാ. പടച്ചോനെ, ഇനി ഇവിടെ അങ്ങോട്ടുള്ള പുതിയ ഒരു വർഷം 2025 കടന്നു വരുമ്പോ ഒരു പുതിയ ഒരു വർഷമാനങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നാളത്തെ പുലരിയോടുകൂടെ പടച്ചോനെ ഞങ്ങളെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും ബറക്കത്ത് തരണേ, മണിക്കൂറിൽ ബറക്കത്ത് തരണേ, സമയങ്ങളിൽ മിനിറ്റുകളിൽ സെക്കൻഡുകളിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. ഈ പുതിയ വർഷത്തിൽ നീ ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിൽ ബറക്കത്ത് തരണേ, വെള്ളത്തിൽ ബറക്കത്ത് തരണേ, കച്ചവടത്തിൽ ബറക്കത്ത് തരണേ, ബിസിനസ്സിൽ ബറക്കത്ത് തരണേ, വാഹനത്തിൽ ബറക്കത്ത് തരണേ, ഏർപ്പാടിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. ജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. പെട്ടെന്ന് മരിപ്പിക്കല്ല, ആഫിയത്ത് തരണേ, ദീർഘായുസ്സ് തരണേ, സമാധാനം തരണേ, സന്തോഷം തരണേ, എല്ലാ മുസീബത്തുകളും തട്ടി മാറ്റണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ ആഖിബത്തിനെ നീ നന്നാക്കണേ റഹ്മാനേ. മരണശേഷം റഹ്മത്തുള്ള മലക്കുകളുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മയ്യത്ത് കുളിപ്പിക്കണം. ആ റഹ്മത്തുള്ള മലക്കുകളുടെ സാന്നിധ്യത്തിൽ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകണം. സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ ജനാസ കൊണ്ടുപോയപ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിയ കാരണം കൊണ്ട് ആ മലക്കുകളെ ചവിട്ടുപോയെന്ന പേടി കാരണം മുത്തുനബി കാല് എടുത്തു മാറ്റി നടന്ന ചരിത്രം ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾക്കും ആ സഅദ് ഇബ്നു മുആദ് ആവണോ, ഞങ്ങൾക്കും ആ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഈ 11 നേരത്തെ തൗബാ മജ്‌ലിസിൽ പങ്കെടുത്തതില്ല പ്രകാശം, ഈ സ്ഥാപനത്തിലേക്ക് സഹായങ്ങൾ പറഞ്ഞതില്ല പ്രകാശം, ഈ മജ്‌ലിസിൽ ഇരുന്ന് ആമീൻ പറഞ്ഞതില്ല പ്രകാശം, നാളെ ഞങ്ങളെ ഖബറിലേക്ക് നീ കാണിച്ചു തരണേ റഹ്മാനേ. ഞങ്ങളെ ശബ്ദം നീ തന്നതാ, ഇത് നീ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഒന്നും കഴിയൂല. ഞങ്ങൾ ഒന്നിനും കഴിയാത്തവരാണ്. തന്നത് നീയല്ലേ, തന്നത് നിലനിർത്തുന്നത് നീയല്ലേ. ആ ശബ്ദം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. അത് കാരണം ഒരുപാട് ആളുകൾക്ക് തണലാവണം, ഒരുപാട് മക്കൾക്ക് വീട് നൽകണം, ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ശബ്ദം കൊണ്ട് നിർമ്മിക്കണം. തൗഫീഖ് തരണേ അല്ലാഹ്. ഈ മുഅ്മിനീങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനേ, ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. ക്യാൻസർ ഉള്ളവർക്ക് ശിഫ നൽക റബ്ബേ, വരാതെ കാക്കണേ. ട്യൂമർ മാറ്റണേ, കിഡ്നി തകരാറ് മാറ്റണേ, ഹാർട്ടിലെ പ്രോബ്ലം മാറ്റണേ, ലിവറിന്റെ പ്രോബ്ലം മാറ്റണേ, അറ്റാക്ക് സുഖപ്പെടുത്തണേ, ബ്ലോക്ക് സുഖപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ സുഖപ്പെടുത്തുക അല്ലാഹ്. കഥപ്പ് മാറ്റണേ റഹ്മാനേ. ബ്ലോക്ക് കഴിഞ്ഞവരെ മജ്‌ലിസിലുള്ള റബ്ബേ നീ ശിഫ നൽകണേ റഹ്മാനേ. തലവേദന മാറ്റ അല്ലാഹ്, മൈഗ്രീന്റെ വേദന മാറ്റ അല്ലാഹ്, തലകറക്കം മാറ്റ അല്ലാഹ്, തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് മാറ്റ അല്ലാഹ്, ബാലൻസ് നഷ്ടപ്പെട്ട് വീണ് പോവല് മാറ്റണേ റബ്ബേ. തലക്ക് സ്റ്റോക്ക് വന്ന് തളർന്നു കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്ക റബ്ബേ. ഒരു ഭാഗം തളർന്നു പോയവർക്ക് ശക്തി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ കണ്ണ് നീ തന്നതാ, കാഴ്ച നീ തന്നതാ, തിമിരം തരല്ലേ, തിമിരം മൂടിയത് നീക്കി കൊടുക്കണേ റബ്ബേ. കോങ്ങലിനെ സുഖപ്പെടുത്തണേ അല്ലാഹ്. കണ്ണിന് വെളിച്ചം തരണേ റഹ്മാനെ. ദൂരക്കാഴ്ച കുറഞ്ഞത് പരിഹരിക്കണേ റഹ്മാനെ. കണ്ണിന്റെ വെളിച്ചം മരണം വരെ നിലനിർത്ത റബ്ബേ. ഞങ്ങൾക്ക് മരണം വരെ ഖുർആൻ ഓതണം, ഭർത്താവിന്റെ മുഖത്ത് നോക്കണം, ഭാര്യയുടെ മുഖത്ത് നോക്കണം, മക്കളെ കാണണം, പേരക്കുട്ടികളെ നോക്കണം, കച്ചവടത്തിലെ കണക്കുകളെ രേഖപ്പെടുത്തണം, എല്ലാം കാണണം
കാണണമെങ്കിൽ കണ്ണിന് വെളിച്ചം വേണം, നിലനിർത്തണേ അല്ലാ. കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നത് സുഖപ്പെടുത്ത് അല്ലാ, കണ്ണിന്റെ അസുഖം സുഖപ്പെടുത്ത് അല്ലാ. കാതിന് കേൾവി ശക്തി തരണേ റബ്ബേ, ചെവിവേദന മാറ്റി തരണേ അല്ലാ. കൊറോണ വന്നതിനിങ്ങോട്ട് ശേഷം പല ആളുകൾക്കും റബ്ബേ വാസനയെടുക്കാൻ കഴിയുന്നില്ല റബ്ബേ, നീ ശിഫ നൽകണേ റഹ്മാനെ. പല്ല് വേദന മാറ്റണേ അല്ലാ, പല്ലിന് പൊത്ത് വന്നത് സുഖപ്പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ വായിലെ വയറ്റിലെ പുണ്ണ് സുഖപ്പെടുത്തണേ റഹ്മാനെ. പുണ്ണ് വന്നാല് ഭക്ഷണം കഴിക്കാൻ പ്രയാസമാ, സംസാരിക്കാൻ പ്രയാസമാ അല്ലാ, സുഖപ്പെടുത്ത റബ്ബേ. പിരടി വേദന, കഴുത്ത് വേദന, കൈകാല് മുട്ട്, ഷോൾഡർ വേദന, കടച്ചിലുകള് പടച്ച റബ്ബേ, വയറുവേദന, നെഞ്ചുവേദന, അടിവയറ്റിലെ വേദന, പുറം വേദന, ഊരവേദന സുഖപ്പെടുത്തു അല്ലാ. തുണവേദന സുഖപ്പെടുത്തു അല്ലാ. പടച്ച റബ്ബേ, കാൽമുട്ടി ചിരട്ട മാറ്റിവെക്കാൻ പറഞ്ഞവരെ മാറ്റിവെച്ചവരെ, കൈകാലുകൾക്ക് കമ്പിയിട്ടവര് അല്ലാ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. കാലിലെ മസിൽ കയറുന്ന വേദനയുണ്ട് പടച്ച റബ്ബേ, എത്രയാണ് അതിലെ വേദന. എന്റെ പാവപ്പെട്ട പുന്നാരമുമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോവും. എന്റെ ഉമ്മ വന്ന് കിടന്നുറങ്ങുമ്പോ രാത്രി സമയത്ത് ചിലപ്പോ ഒരു കരച്ചിലുണ്ട്. ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേൽക്കും, മോനെ ഉമ്മാന്റെ കാലും മുലന്ന് കയറി നിൽക്കുക എന്ന് പറയും. എന്താണെന്നറിയോ, കാലിന് മസിൽ കയറാ. അത് അനുഭവിച്ചിട്ടില്ലെങ്കിലും അനുഭവിച്ചത് ചെറുപ്പകാലത്ത് കണ്ണിൽ കണ്ടവനാണ് ഞാൻ. പാതിരാ നേരത്ത് 2 മണിക്കൊക്കെ ഉമ്മ എഴുന്നേറ്റ് കാലിൽ മസിൽ കയറി വേദനിക്കുമ്പോ ആ കാലുമ്മ കയറിയിരിക്കും ഞങ്ങള്. ആ കാലിങ്ങനെ നെക്കി കൊടുക്കും ഞങ്ങള്. പടച്ചോനെ ഉമ്മാന്റെ ഖബറ് സ്വർഗമാക്കണേ. കാലിൽ മസിൽ കയറുമ്പോ വല്ലാത്ത വേദനയാണ് അല്ലാ, നീ സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനേ. കൈകാലുകളിൽ ശരീരത്തിൽ നീര് വന്നവരുണ്ട്, സുഖപ്പെടുത്തണേ അല്ലാ. എല്ല് പൊന്തി വന്നതുണ്ട്, സുഖപ്പെടുത്തണേ അല്ലാ. ചൊറിച്ചില് മാറ്റണേ, അലർജി മാറ്റണേ, അപസ്മാരം മാറ്റണേ, ശ്വാസം മുട്ടല് മാറ്റണേ, വെള്ളപ്പാട് മാറ്റണേ, കലകള് മാറ്റണേ, മുഖക്കുരു മാറ്റണേ, കുരുകള് മാറ്റണേ അല്ലാ. കൈകാലുകൾക്ക് വിളിച്ച വന്നത് സുഖപ്പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾക്കറിയൂല വല്ല രോഗത്തിന് അടിമയാണോ എന്ന്. ആണെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇത് സ്വർഗത്തിന്റെ പൂന്തോപ്പല്ലേ എന്ന് ചോദിച്ചാലും തരുമല്ലോ. ഈ സാദാത്യങ്ങളെ മുൻനിർത്തി, മുഅ്മിനീങ്ങളെ മുൻനിർത്തി ഞങ്ങളെ ചോദിക്കുകയാ, സുഖപ്പെടുത്തണേ അല്ലാ. വേദനകളെ മാറ്റണേ, കടച്ചിലുകളെ മാറ്റണേ അല്ലാ. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവര്, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവര് റബ്ബേ നീ ശിഫ കൊടുക്കണേ റഹ്മാനേ, ശിഫ കൊടുക്കണേ റഹ്മാനേ. കണ്ണ് ചിമ്മാതെ എല്ലാ ബുദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തി ഏത് സമയത്തും ശ്രദ്ധയോടെ ഈ മജ്‌ലിസ് ഓൺലൈനിലൂടെ 10,000-ങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത ഞങ്ങളെ മീഡിയ പ്രവർത്തകര് പടച്ചോനെ, ഏത് സമയത്തും അവർക്ക് ക്യാമറയുടെ മുന്നിൽ ശ്രദ്ധയോടെ ഇരിക്കണം, മണിക്കൂറുകളോളം ലൈവിൽ വീക്ഷിക്കണം. എവിടേക്കും പോവാൻ അവർക്ക് കഴിയൂല പടച്ച റബ്ബേ. മണിക്കൂറുകളോളം 10,000 അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.